ഹലോ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. നമ്മുടെ ചാനൽ അങ്ങനെ 1K സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്കൊരു ഗിവ് അവേ ഒക്കെ തന്നിട്ടില്ലെങ്കിൽ മോശമല്ലേ? അപ്പോൾ ഞാനിതിലൊരു 4 പേർക്കുള്ള ഗിഫ്റ്റാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയാണ് പ്രൈസസ് എന്നും എങ്ങനെയൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ലാസ്റ്റ് വരെ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം പ്രൈസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പ്രൈസ് വന്നിട്ട് ഒരു ജേണൽ സെറ്റാണ്. ഈ ഒരു ജേണൽ സെറ്റ് നിങ്ങളിൽ ചിലരെങ്കിലും മുന്നേ കണ്ടിട്ടുണ്ടാവും. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ഓർഡർ ചെയ്ത ജേണൽ സെറ്റ് അല്ല വന്നേ, എന്താ ചെയ്യേണ്ടത്, മാറ്റണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതിലൊരുവിധം എല്ലാവരും പറഞ്ഞത് മാറ്റണ്ടായത് മതി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മാറ്റിയതും ഇല്ല. പക്ഷേ ഇത് മാറ്റാതിരുന്നാൽ വളരെ നന്നായി എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്നുള്ളത് ലാസ്റ്റ് കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്കും മനസ്സിലാവും. ഇതിൽ ഏകദേശം ഒരു 200+ ചെറുതും വലുതുമായിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. ഫസ്റ്റ് കാണിച്ച നോട്ട്ബുക്ക് കണ്ടല്ലോ, ഗ്രിഡ് ലൈൻസ് വരുന്ന അടിപൊളി നോട്ട്ബുക്കാണ്. പിന്നെ ഇത് മെമ്മോ പാഡിൻ്റെ ഒരു സെറ്റാണ്. ഇതിൽ എനിക്ക് തോന്നുന്നു 3 ടൈപ്പിൽ വരുന്നുണ്ട്. ഒന്നൊരു ചെക്ക് ലിസ്റ്റ് ഒക്കെ പോലെ ഡേറ്റ് വൈസ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റിയത്. പിന്നെ ഇതൊരു ടു ഡു ലിസ്റ്റ് ഒക്കെ പോലത്തെ ഒരു സംഭവം കൂടെ കാണുന്നുണ്ട്. ഇത് ഓരോന്നിലൊരു 20 പീസസോളം വരുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഓരോന്നെടുത്ത് കാണിച്ചതേ ഉള്ളൂ. പിന്നെ ഇത് കുറച്ച് കാർഡ്സ് ആണ്. ഇതിനാണെങ്കിൽ ഓരോന്നിനും ഓരോ ഭംഗി, അതുകൊണ്ട് തന്നെ അത് മൊത്തമായിട്ട് കാണിക്കാതിരിക്കാനും തോന്നില്ല. ഞാനാണെങ്കിൽ കുറേ നാളായി ജേണലൊക്കെ ചെയ്തിട്ട്, പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ ജേണൽ ചെയ്യാനുള്ളൊരു ത്വരയും നന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതുപോലെ കുറച്ച് ഫോട്ടോ സ്ട്രിപ്സ് വരുന്നുണ്ട്. ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. എനിക്കാണെങ്കിൽ അത് കുറച്ചെണ്ണം കാണിക്കാനും മറന്നില്ല. ഈ പൂച്ചേൻ്റെ സംഭവം എനിക്ക് എന്താ ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇതാണെങ്കിൽ ഒരു ഗാലക്സി തീമിലുള്ളതായതുകൊണ്ട് തന്നെ ഇത് തുറന്നപ്പോൾ തന്നെ നമ്മൾ എവിടെ ഒരു മാജിക്കൽ വേൾഡിൽ എത്തിയ പോലെ ഒരു ഫീലാണ് വന്നത്. പിന്നെ അത് 2 എൻവലപ്സ് വരുന്നുണ്ട്. ഉള്ളിലെന്താ ഉണ്ടോ നോക്കിയതാണ്, ഉള്ളിലൊന്നുമില്ല. പിന്നെ അത് 2 വാഷി ടൈപ്സ് ഉണ്ട്. പിന്നെ ഇതൊരു അടിപൊളി സംഭവമാണ്. ഇത് ക്ലിയർ സ്റ്റിക്കേഴ്സ് ആണ്. ഇംഗ്ലീഷ് അല്ലാതെ വേറെ ഏതോ ഒരു ലാംഗ്വേജും കൂടെ എഴുതിയിട്ടുണ്ട്, കൊറിയനാന്ന് തോന്നുന്നു. പിന്നെ അല്ലാതെ ജേണലിലൊക്കെ ഒട്ടിക്കാൻ പറ്റിയ നോർമൽ ആയിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സും കൂടെ ഉണ്ട്. പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സംഭവമാണ്. ഇത് കുറച്ച് വാൾ പോസ്റ്റേഴ്സ് ആണ്. എല്ലാം ഭയങ്കര ആസ്തറ്റിക് ആയിട്ടുള്ള വാൾ പോസ്റ്റേഴ്സ്. അപ്പം ഞാൻ ചുമ്മാ ഒന്ന് ടേബിളിൽ ഇങ്ങനെ വെച്ച് നോക്കി. ഇതിങ്ങനെ വാളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ വിചാരിച്ചിട്ട്. കണ്ടാൽ നല്ല രസമില്ലേ കാണാനായിട്ട്. പിന്നെ ഇതും വേറൊരു അടിപൊളി സംഭവമാണ്. എല്ലാം അടിപൊളി തന്നെയാണ്. എന്നാലും ഇഷ്ടംപോലെ പ്രിന്റഡ് പേപ്പേഴ്സ് ഉണ്ട്, കുറച്ച് നീളത്തിലുള്ള. പിന്നെ ഇത് കുറച്ച് കുഞ്ഞു കുഞ്ഞു സ്റ്റാമ്പ്സ് ആണ്. പിന്നെ കുറച്ച് പാറ്റേൺ പേപ്പേഴ്സും കൂടെ വരുന്നുണ്ട്. പ്ലെയിൻ ആയിട്ടുള്ളതും പ്രിന്റ് ഉള്ളതും പിന്നെ ഗ്രിഡ് വരുന്നതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് കട്ടിയും കൂടെ ഉള്ള പേപ്പേഴ്സുമാണ്. അപ്പം ഇത്രയൊക്കെയാണ് ഈ ജേണലിനകത്ത് വരുന്ന സംഭവങ്ങൾ. ഇനി നമുക്ക് സെക്കൻഡ് വിന്നറിനുള്ള ഗിഫ്റ്റ് എന്താ നോക്കാം. ഇത് ശരിക്കും ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾക്കും കൂടെ ഈ ഒരു സംഭവം ഇരിക്കട്ടെ എന്ന്. ഇത് 48 പീസ് വരുന്ന ആൽക്കഹോൾ മാർക്കർ സെറ്റാണ്. ഡുവൽ ടിപ്പാണ് ഇതിന് വരുന്നത്. ഒന്ന് മാർക്കറിൻ്റെ ടിപ്പും പിന്നെ ഒന്ന് നോർമൽ സ്കെച്ച് പെന്നിൻ്റെ തിന്നായിട്ടുള്ള ടിപ്പുമാണ് ഉള്ളത്. ഇത് ഞാൻ പണ്ട് ഈ ഒരു ചാനലല്ല, മുന്നേ വേറെ ചാനൽ ഉണ്ടായിരുന്നു, ആ ടൈമിലേ വാങ്ങിയതാണ്. ഇതിപ്പോഴും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ സെക്കൻഡ് വിന്നറിനുള്ള ഗിഫ്റ്റ്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഓക്കെ, ഇനി തേർഡ് ഗിഫ്റ്റ് നോക്കാം. ഇത് ശരിക്കും ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ഗിഫ്റ്റാണ്. ഒരു പൗച്ചാണ്. മെയിനായിട്ട് 2 സിപ്പാണ് വരുന്നത്. പിന്നെ കുറച്ച് ചെറിയ ചെറിയ കള്ളികളൊക്കെ വേറെയുണ്ട്. അപ്പോൾ എനിക്കൊന്നും പണ്ട് സ്കൂളിൽ പോകുമ്പോൾ ഇത്രയും ക്യൂട്ടായിട്ടുള്ള പൗച്ചൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എങ്കിലും കൊണ്ടുപോകട്ടെ എന്ന് വിചാരിച്ചു. ഇത് ശരിക്കും പുറത്ത് കാണുന്ന പോലെയും അല്ല. തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിവിശാലമായ ഒരു ഏരിയ തന്നെ ഉണ്ട്. ശരിക്കും തേർഡ് ഗിഫ്റ്റും ഫോർത്ത് ഗിഫ്റ്റും പൗച്ച് തന്നെയാണ്. സെയിം പൗച്ച് അല്ല, ഡിഫറെൻറ്റ് ഡിസൈൻ ആണ്. പക്ഷെ ഫോർത്ത് ഗിഫ്റ്റിനൊരു പ്രത്യേകത ഉണ്ട്. അതെന്താണെന്നുള്ളത് ഞാനത് കാണിക്കുമ്പോൾ പറയാം. ഇതിന് ഇവിടെ 2 കള്ളി വരുന്നുണ്ട് കേട്ടോ. ഇതിനിപ്പോൾ സിബ് ഇല്ലാത്തതുകൊണ്ട് മെയിനായിട്ടുള്ളതല്ല, ചെറിയ എന്തെങ്കിലും നോട്ട്സൊക്കെ ഇട്ട് വെക്കാനായിട്ട് പറ്റും. അപ്പം ഇതാണ് നമ്മളെ തേർഡ് ഗിഫ്റ്റ്. ഇനിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർത്ത് ഗിഫ്റ്റ്. ഇതും പൗച്ച് തന്നെയാണ്. ശരിക്കും ഒരു ബട്ടർ പോലെ തന്നെ ഉണ്ട് കാണാൻ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഗിഫ്റ്റ് ഞാൻ എൻ്റെ ടോപ്പ് സപ്പോർട്ടറിന് വേണ്ടി കൊടുക്കുന്ന ഗിഫ്റ്റാണ്. മറ്റേത് 3ഉം ഗിവ് അവേയിൽ ഇൻക്ലൂഡ് ചെയ്ത ഗിഫ്റ്റുകളാണ്. പക്ഷേ ഇതൊരെണ്ണം ഞാൻ എൻ്റെ ടോപ്പ് സപ്പോർട്ടേഴ്സിൽ ഒരാളെ സെലക്ട് ചെയ്തിട്ട് കൊടുക്കുന്ന ഗിഫ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടും പിന്നെ മറ്റേതിൻ്റെയും എല്ലാം ഒന്നിച്ച് തന്നെ ഒരു ദിവസമായിരിക്കും കേട്ടോ പറയാം. ഇതും മറ്റേതുപോലെയുള്ള സെയിം പൗച്ച് തന്നെയാണ്. പുറത്ത് കാണാൻ ഡിസൈനിൽ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ, ഉള്ളിലൊക്കെ സെയിം തന്നെയാണ്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഗിവ് അവേ പ്രൈസസ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ വലിയ മോശമില്ലാത്ത ഗിഫ്റ്റുകളൊക്കെ തന്നെയാണ് ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഗിവ് അവേ റൂൾസ് എന്നുള്ളത് നോക്കാം. സിമ്പിളായിട്ടുള്ള റൂൾസൊക്കെ തന്നെയുള്ളൂ, കഠിനമായ റൂൾസൊന്നുമില്ല. അപ്പോൾ അതിൽ ഫസ്റ്റ് റൂള് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ എൻ്റെ സബ്സ്ക്രൈബർ ആയിരിക്കണം. ഇത് ഞാൻ അവർക്ക് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ്. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. പിന്നെ അടുത്ത റൂൾ എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സിനോ ആർക്കായാലും ഷെയർ ചെയ്താൽ മതി. അപ്പം നമുക്ക് കിട്ടിയില്ലെങ്കിലും നമ്മൾ പറഞ്ഞിട്ട് ആർക്കെങ്കിലും കിട്ടുക എന്ന് പറയുന്നതും സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ. പിന്നെ തേർഡ് റൂള് ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുക. ഈ ഒരു പേരിൽ തന്നെയാണ് പേജ് ഉള്ളത്. അപ്പോൾ ആ പേജ് ഫോളോ ചെയ്യുക. ഇപ്പം നമ്മൾ ഗിവ് അവേക്ക് സെലക്ട് ആവുന്നവരായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്യാൻ ഇൻസ്റ്റാഗ്രാം വഴിയായിരിക്കും.
അപ്പോൾ എന്തായാലും പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. പേജിൻ്റെ ലിങ്ക് ഞാൻ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതുപോലെ കൊടുത്തിട്ടുണ്ടാവും. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് റീഡയറക്റ്റ് ആയിട്ട് പോയിക്കോളും. അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് ഉണ്ടാവും. പിന്നെ ലാസ്റ്റ് പോയിന്റ്, ഈ വീഡിയോയ്ക്ക് താഴെ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷനിലായിരിക്കും വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുക. ഒരു 2 വീക്സ് കഴിഞ്ഞിട്ടായിരിക്കും വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ലക്ക്. അപ്പോൾ ഇനി എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യം കൂടെ പറയാനുണ്ട്. ഇത്ര നേരം എന്നെ സഹിച്ച സ്ഥിതിക്ക് കുറച്ച് നേരം കൂടെ എന്നെ ഒന്ന് സഹിക്കണം. ചുമ്മാ വേണ്ട, നമുക്കൊരു ജേണലൊക്കെ ചെയ്ത് അങ്ങനെ പോവാം. കുറേ നാളായി ജേണലൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഈ ഒരു ഗിവ് അവേ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതൊരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ തന്നെ ഇതെൻ്റെ ജെനുവിൻ ആയിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള കുറച്ച് സബ്സ്ക്രൈബേഴ്സിന് തന്നെ കിട്ടണം എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് കൂടിയാണ്. എനിക്കറിയില്ല ഈ ഒരു വീഡിയോ എത്രത്തോളം വ്യൂ കിട്ടും എന്നുള്ളത്. നമ്മളതൊരു ചെറിയ ചാനൽ തന്നെയാണ്. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഈ ഒരു വീഡിയോ കാണുന്നവർ എന്തായാലും എൻ്റെ ജെനുവിൻ ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് തന്നെ ആയിരിക്കും. പിന്നെ കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് തരുമോ എന്ന് വെച്ചിട്ട്. എനിക്കങ്ങനെ എല്ലാവർക്കും കൊടുക്കാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അത്രത്തോളമുള്ളൊരു സാമ്പത്തിക ശേഷി ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം നമുക്ക് 4 പേർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ വിന്നേഴ്സിനൊക്കെ കമൻറ്റ് പിക്കർ വഴി തന്നെ ആയിരിക്കും ചൂസ് ചെയ്യുക. ഒരാളെ മാത്രം ഞാൻ എൻ്റെ ടോപ്പ് സപ്പോർട്ടേഴ്സിൽ ഒരാളെ, മുന്നത്തെ വീഡിയോൻ്റെ സപ്പോർട്ടൊക്കെ നോക്കിയിട്ട് ഒരാളെ സെലക്ട് ചെയ്തിട്ടായിരിക്കും ഒരു ഗിഫ്റ്റ് കൊടുക്കുക. ബാക്കിയെല്ലാം കമൻറ്റ് പിക്കർ വഴി തന്നെ ആയിരിക്കും ചൂസ് ചെയ്യുക. കുറച്ചുകൂടിയൊക്കെ എൻ്റർടൈനിങ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ടാസ്ക് വെച്ചിട്ടൊക്കെ സെലക്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇപ്പം നമ്മുടെ ചാനലിൽ അതിന് മാത്രം ഒന്നും വ്യൂസ് ആയിട്ടില്ല. അപ്പം ഇനി ചാനൽ നല്ല രീതിയിലൊക്കെ ഗ്രോ ചെയ്യുകയാണ്, ഒരുപാട് വ്യൂ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എൻ്റർടൈനിങ് ആയിട്ടുള്ള രീതിയിലൊക്കെ സെലക്ട് ചെയ്യുക. ഇപ്പം എന്തായാലും ഇങ്ങനെ പോട്ടെ. ഞാനാണെങ്കിൽ ചാനലിൽ ഇത്ര പെട്ടെന്ന് ഒരു ഗിവ് അവേ ഒന്നും വെക്കണമെന്നൊന്നും ആദ്യം വിചാരിച്ചതല്ല. ഞാനൊരു 50K അത്രയും ഒരു വലിയ ലെവലിലേക്കൊക്കെയാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത്. ആ ഒരു ടൈമിലൊക്കെ ഗിവ് അവേ വെക്കാന്നുള്ളത്. പക്ഷേ എനിക്കാണെങ്കിൽ ആദ്യമായിട്ട് കുറച്ചൊന്ന് കമൻസ് വരാൻ തുടങ്ങിയ ആ ഒരു ടൈമിൽ വന്നുകൊണ്ടിരുന്ന കമൻറ്റ് മൊത്തം ഗിവ് അവേ എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ആ ടൈമിൽ എനിക്ക് എന്തോ 800 സംതിങ് സബ്സ്ക്രൈബേഴ്സാണ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു 1K സബായി കഴിഞ്ഞാൽ ഒരു ചെറിയ ഗിവ് അവേ വെക്കാമെന്ന്. എനിക്കാണെങ്കിൽ ഇതുവരെ യൂട്യൂബിൽ നിന്ന് ഒരു റവന്യൂ കാര്യങ്ങളൊന്നും കൈ കിട്ടി തുടങ്ങിയിട്ടില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു എന്തായാലും നിങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞൊരു കാര്യമില്ലേ, അപ്പോൾ എനിക്ക് എന്തായാലും വെക്കാൻ തോന്നി. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഒരു ഗിവ് അവേ കണ്ടക്ട് ചെയ്തത്. 1K എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 1.7K ആയി. അപ്പോൾ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോയ്ക്കൊക്കെ വന്ന് കമൻറ്റ് ചെയ്യുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട്, എനിക്കറിയാം അതൊക്കെ. ഇനിയിപ്പോൾ കമൻറ്റ് ചെയ്തും അല്ലാതെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും. അവരോടൊക്കെ ഒരു വലിയ താങ്ക്സ്. നിങ്ങൾ സപ്പോർട്ട് ഇനിയും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ മുന്നോട്ട് പോകാൻ പറ്റുക. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ്, എ ഹ്യൂജ് താങ്ക് യു ടു എവ്രി വൺ ഫോർ സപ്പോർട്ടിങ് മീ. ഗിവ് അവേയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അർഹതപ്പെട്ട ആൾക്കാർക്ക് തന്നെ കിട്ടട്ടെ എന്നാണ് ഞാനും വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.